നമസ്കാരം. ഞാൻ ഡോക്ടർ പ്രസാദ്. മെഡിക്കൽ ലോകം മുഴുവൻ ഇപ്പോൾ വളരെ കാര്യമായിട്ട് ശ്രദ്ധിക്കുന്ന ഒരു ഭാഗമാണ് ഡയബറ്റിസ് ഡിസ്ട്രസ്. അത് പ്രമേഹം എന്ന് പറഞ്ഞ രോഗം അത് ശരീരത്തെ ബാധിക്കുന്നേക്കാൾ അധികം ബാധിക്കുന്നത് മനസ്സിനെയും, അതുകൊണ്ട് തന്നെ ആകെ ജീവിതത്തെ, ആ കുടുംബത്തിൻ്റെ ജീവിതത്തെയും വരെ ഇത് ബാധിക്കുന്നുണ്ട്. ഇത് എന്തുകൊണ്ടാണെന്ന് പലരും മനസ്സിലാക്കണം. ഇത് ഇല്ലാതാക്കാൻ എന്തു ചെയ്യണം പഠിക്കേണ്ടതുണ്ട്. ഇത് ഓരോ രോഗിയോട് മനസ്സിലാക്കേണ്ടത്. ഈ പ്രമേഹം വന്നു അല്ലെങ്കിൽ പ്രഷറോ കൊളസ്ട്രോളോ ഒക്കെ വരുമ്പോൾ എനിക്ക് വലിയ വീട്ടിലെ കൊച്ചമ്മയുടെ രോഗം വന്നേ എന്ന് പറഞ്ഞ് സന്തോഷിച്ചിട്ട് പടക്കം മേടിച്ച് പൊട്ടിക്കുന്ന ആരും നാട്ടിലില്ല. റൈറ്റ്? ഇത് വന്നു കഴിയുമ്പോൾ ഉണ്ടാകുന്ന മാനസിക സംഘർഷങ്ങൾ, ടെൻഷൻ, എനിക്ക് വന്നത് എനിക്ക് ജീവിതകാലം ഫുള്ളിൽ എനിക്ക് മധുരം കഴിക്കാൻ പറ്റില്ല, പഞ്ചസാര എനിക്ക് കഴിക്കാൻ പറ്റില്ല, വിത്തൗട്ട് ചായ ആക്കണം, ഭക്ഷണങ്ങളിലൊക്കെ റെസ്ട്രിക്ഷൻസ് ഇട്ട് ജീവിതം തൊലഞ്ഞു എന്നൊരു ചിന്ത മനസ്സിൽ വരുന്നതാണ് ആദ്യത്തെ പ്രശ്നം. അതിനോടനുബന്ധിച്ച് പിന്നീട് ഷുഗർ കാണുമ്പോൾ 300 400 കാണുമ്പോഴേക്കും പേടിച്ചു പോകും പലരും. ഇതെല്ലാം ഗ്രാജുവലി കയറി അവിടെ എത്തുന്നതെന്ന് ആരും ചിന്തിക്കുന്നില്ല. റൈറ്റ്? ഇനി ഇത് മരുന്ന് കഴിച്ച് പെട്ടെന്ന് കുറഞ്ഞു എല്ലാം ഒന്ന് നോക്കി, പെട്ടെന്ന് കുറഞ്ഞില്ലെങ്കിൽ ഉണ്ടാകുന്ന മാനസിക സംഘർഷം വേഗം പിന്നെ തിരിച്ചും മറിച്ചും മരുന്നുകൾ കഴിച്ച് ഗുളികയുടെ ഡോസ് മാറ്റി അത് മാറ്റി ഇത് മാറ്റി ഗുളികൾ കൺട്രോൾ കിട്ടുന്നില്ല എന്നറിയുമ്പോൾ പിന്നെ ഭക്ഷണത്തിൽ വല്ലാതെ സ്ട്രിഞ്ചൻ കൺട്രോൾ അല്ല, റെസ്ട്രിക്ഷൻസിലേക്ക് പോകും. ആകെ പട്ടിണി കിടക്കുന്ന അവസ്ഥയിലേക്ക് പലരും പോകും. മുത്താരി, റവ, ഗോതമ്പ്, വൈക്കോല്, പുല്ല്, വിണ്ണാക്ക്, ആ രീതിയിലേക്ക് ഭക്ഷണം കണ്ട് മാറ്റും വിത്തൗട്ട്. ഇതെല്ലാം ചെയ്താലും ഷുഗർ കുറയുന്നില്ല. കണ്ട മരുന്നെല്ലാം കഴിച്ച് ഷുഗർ കുറയില്ല. പിന്നെ ഇൻസുലിനിലേക്ക് പോകണം. അതിൻ്റെ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ, നടുവേദനയോ വയറുവേദനയോ എന്തെങ്കിലും വന്നോടെ, അയ്യോ എൻ്റെ കിഡ്നി പോയോ, എൻ്റെ കാല് പോയോ, എൻ്റെ കണ്ണിട്ട് ഒരു കുഞ്ഞു മുറിവ് വന്നാലുണ്ടാകുന്ന ടെൻഷൻസ്, ഇതെല്ലാം കൂടെ ഈ വ്യക്തിയുടെ മനസ്സിനാകെ തകിടം മറിക്കും ശരിക്കും. എന്നാൽ എന്താണ് പ്രമേഹമെന്നും ഇതെങ്ങനെയാണ് ശരീരത്തെ ബാധിക്കുന്നതെന്നും ഇതിനെങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതും നാളെ കാലം കണ്ണും കിഡ്നിയൊക്കെ പോകാതിരിക്കണം എന്തു ചെയ്യണം, ഇതെല്ലാം തിരിച്ചറിഞ്ഞാൽ ഇതുപോലെയുള്ള ടെൻഷൻസും വറീസൊക്കെ മനസ്സിന് താനെ ഇല്ലാതാവും. ഈ പ്രമേഹം വരുന്നത് എന്തുകൊണ്ടാണ്? എൻ്റെ ജീവിതശൈലിയുണ്ടായ താളപ്പശ കൊണ്ടാണ് എനിക്ക് ഈ ജീവിതശൈലി രോഗങ്ങൾ വന്നത്. പ്രത്യേകിച്ച് പ്രമേഹം. ഇത് വന്നാൽ പട്ടിണി കിടക്കുകയല്ല വേണ്ടത്. നമ്മുടെ ശരീരത്തിന് വേണ്ട എല്ലാ ന്യൂട്രിയൻസും കിട്ടുന്നത് ഭക്ഷണത്തിലൂടെയാണെന്നും ക്വാളിറ്റിയുള്ള നല്ല ഭക്ഷണം കഴിച്ചിട്ട് അനാവശ്യ ഭക്ഷണങ്ങൾ മാത്രം ഒഴിവാക്കുകയും പിന്നെ അതിനൊപ്പം ഗ്ലൂക്കോസിനെയോ കൊഴുപ്പിനെയോ എനർജിയാക്കാനുള്ള ഒരു മരുന്നും ഈ ഭൂമിയിൽ ഇല്ല എന്ന് തിരിച്ചറിഞ്ഞ് ഗ്ലൂക്കോസും കൊഴുപ്പ് എനർജിയാക്കാൻ വ്യായാമം ചെയ്തേ പറ്റൂ. അതിന് വളരെ പ്ലാനിങ്ങോടുകൂടി, നടത്തൊന്നും പോരാ. എല്ലാ മസിൽസും ഉൾക്കൊള്ളിച്ചുകൊണ്ട് പ്ലാൻഡായിട്ട് വ്യായാമം ചെയ്ത് അതിനൊപ്പം കുറച്ച് കാർഡിയക് എക്സസൈസും രക്തോട്ടം കൂട്ടാനുള്ള കുറച്ച് കയ്യും കാലൊക്കെ എക്സ്ട്രിമിറ്റീസിലൊക്കെ രക്തോട്ടം കൂട്ടാനുള്ള വ്യായാമങ്ങളെല്ലാം ചെയ്ത് കുനിയാനും മറിയാനും നിവരാനും തിരിയാനുള്ള ബുദ്ധിമുട്ട് പെട്ടെന്ന് വയസ്സനാവും. സോ ആ സ്ട്രെച്ചുകൾ, കുറച്ച് ബെൻഡുകൾ, ടേൺസ്, കുറച്ച് ഫ്രീ എക്സസൈസുകൾ, കുറച്ച് യോഗ, ഒരല്പം മെഡിറ്റേഷൻ, അത് വളരെയധികം ഹെൽപ്പ് ചെയ്യും ടെൻഷൻസും സ്ട്രെസ്സും വറീസൊക്കെ പോകാൻ വേണ്ടിയിട്ട്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തൊരു പ്ലാൻഡ് പാക്കേജായിട്ട് ഒപ്പം നല്ലൊരു വഴക്കം കിട്ടാനും ഒരു മാനസിക സംഘർഷമൊക്കെ ഒഴിവാക്കി റിലാക്സ് കുറച്ച് നല്ല പാട്ടൊക്കെ ഇട്ട് കുറച്ച് സൂംബ ഡാൻസ്, ഇതൊക്കെ മിക്സ് ചെയ്തുകൊണ്ടും എല്ലാ ഭക്ഷണങ്ങളും ആസ്വദിച്ച് പ്ലാൻഡായിട്ട് കഴിച്ച് ഒരു ചിട്ടിയായ ലൈഫ് കൊണ്ടുപോയിട്ട് ആവശ്യത്തിന് മാത്രം ചെക്കപ്പ് നടത്തുക. പലരും ചെയ്യുന്നത് ഡെയിലി ഷുഗർ നോക്കുക, ഇടയ്ക്ക് 2-3 പ്രാവശ്യമൊക്കെ നോക്കുക. നമ്മൾ എന്ത് കഴിച്ചു, എത്ര കഴിച്ചു, എപ്പോൾ കഴിച്ചു, ടെൻഷൻ അടിച്ചോ, കാലൊടിഞ്ഞോ, നടുമിനോ, യാത്ര പോയോ, പനി പിടിച്ചു, ഇതൊക്കെ അനുസരിച്ച് ബ്ലഡ് ഷുഗർ ഓരോ നിമിഷവും മിനിറ്റ് വെച്ച് മാറിക്കൊണ്ടിരിക്കും. ഒരു ദിവസം 10 പ്രാവശ്യം നോക്കിയാൽ 10 അളവ് കാണിക്കും. കൂടുമ്പോൾ ടെൻഷൻ അടിക്കുക, കുറയുമ്പോൾ കൈയടിക്കുക, പിന്നെ കൂടുമ്പോൾ ടെൻഷൻ അടിക്കുക. ഇത് എല്ലാമാണ് വിദ്യാഭ്യാസം കൂടുതലുള്ള ആൾക്കാർ, അവരാണ് ഏറ്റവും കൂടുതൽ പ്രശ്നത്തിലേക്ക് പോവുക. അനാവശ്യമായിട്ട് ചിന്തിച്ച് തല പുകച്ച് തല പുണ്ണാക്കിയില്ലാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കും. എന്നിട്ട് അവർക്ക് ആകെ നിരാശ, മാനസിക സംഘർഷങ്ങൾ, വീട്ടിലെ എല്ലാത്തിനും തൊട്ടനും പിടിച്ചിനും വഴക്ക്, മറ്റുള്ളവരോട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, ഒരു ഭക്ഷണത്തിന് രുചിയില്ല, വിശപ്പില്ലായ്മ, പിന്നെ ഡയറ്റ് ഇനി എന്ത് ചെയ്തിട്ടും വലിയ കാര്യമൊന്നുമില്ല, ഇനി കിട്ടുന്നതൊക്കെ കഴിക്കുക. ഡയറ്റ് കൺട്രോളുള്ള ആ കൺട്രോൾ കളയുന്നു. എന്നാൽ ഉള്ളിൽ മുഴുവൻ പേടിയാണ്. തന്നെ ആകെ നിരാശയിൽ മുങ്ങി ചിലരൊക്കെ ഡിപ്രഷനിലേക്ക് പോകും ശരിക്ക്. ഇതെല്ലാം താൽക്കാലികമാണ്. ഇതൊക്കെ നിങ്ങളുടെ അറിവില്ലായ്മ കൊണ്ട് സംഭവിക്കുന്ന. എന്താണ് വേണ്ടതെന്ന് പഠിക്കുക. പ്രമേഹത്തെ ചികിത്സിക്കേണ്ടത് കുറേ ഗുളികകൾ കൊണ്ട് മാത്രമാണെന്നുള്ള നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ് പ്രശ്നം.
കടുപ്പം കൂടുമ്പോൾ കുറേ ഇൻസുലിനും കുത്തണം. ഇതോടുകൂടി ചികിത്സയായി എന്നുള്ള ആ ചിന്ത കളയാം. നിങ്ങൾ ഇൻസുലിൻ കുത്തുമ്പോഴോ ഗുളിക കഴിക്കുമ്പോഴോ നിങ്ങളുടെ ബ്ലഡ് ഷുഗർ കുറഞ്ഞു, ബ്ലഡ് ഗ്ലൂക്കോസ് കുറഞ്ഞു. ഈ ഗ്ലൂക്കോസ് എവിടെയെങ്കിലും പോയിട്ടുണ്ടോ? അത് പോയിട്ട് സ്മോൾ ബ്ലഡ് വെസൽസിൽ പോയി കിടക്കും. നിങ്ങൾ വലിയ കോയിൽ നിന്ന് ചെക്ക് ചെയ്യുമ്പോൾ ഷുഗർ കുറഞ്ഞു എന്ന് കാണിക്കുമ്പോൾ താൽക്കാലികമാണത്. റൈറ്റ്? ഇറ്റ് സ്റ്റേ ഇൻ ദ സ്മോളസ്റ്റ് ഓഫ് ദി ബ്ലഡ് വെസൽസ്. അല്ലാതെ ഗ്ലൂക്കോസിന് എനർജി ആക്കാനുള്ള ഒരു ഇൻസുലിൻ ഒരു ഗുളിക ഈ ഭൂമിയിലില്ല. അതാ മൈക്രോസ്കോപ്പിക് അല്ലെങ്കിൽ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി ലെവലിലുള്ള സെൽസിൻ്റെ അടുത്തുള്ള സ്മോൾ ബ്ലഡ് വെസൽസ് അവിടെ വരെ എത്തുന്നുള്ളൂ. അവിടെ നിന്നിട്ട് കയറി പോകേണ്ടത് ഒരു 95% കയറി പോകേണ്ടത് മസിൽസിലേക്കും ലിവറിലേക്കുമാണ്. സോ നിങ്ങൾ അധ്വാനമില്ലാത്ത ആളാണെങ്കിൽ, വ്യായാമങ്ങൾ ചെയ്യുന്നില്ല എങ്കിൽ ഈ ഗ്ലൂക്കോസ് കയറി പോവില്ലെന്നോ അത്. സോ ഇറ്റ് വിൽ സ്റ്റേ ഇൻ ദ സ്മോളസ്റ്റ് ബ്ലഡ് വെസൽസ്. എന്ത് പറ്റും? ഓരോ ദിവസം കഴിയുന്നതോറും സ്മോൾ ബ്ലഡ് വെസൽ വാസ്കുലൈറ്റിസ് വരുന്നു. നിങ്ങളുടെ ചെറിയ രക്തക്കുഴൽ പതുക്കെ പതുക്കെ കേടാകാൻ തുടങ്ങും, ദ്രവിക്കാൻ തുടങ്ങുന്നു. പറയാം, തടി ചെതൽ തിന്നുന്ന പോലെ പോകുന്നു വിചാരിക്കുക. ഓരോ അവയവങ്ങളിലും ഇല്ലേ ചെറിയ രക്തക്കുഴലുകൾ? ഓരോ സെൽ ലെവലിലല്ലേ ഉള്ളത്. കുറച്ചുകൂടെ വലിയ രക്തക്കുഴലോ അവിടെ കൊഴുപ്പടിയാൻ തുടങ്ങും. ഗ്ലൂക്കോസ് എനർജിക്ക് എടുത്താലേ കൊഴുപ്പ് എനർജിക്ക് എടുക്കൂ. ഗ്ലൂക്കോസ് പോലെ എനർജി ആക്കാനുള്ള അധ്വാനം വ്യായാമില്ലെങ്കിലോ കൊഴുപ്പടിയാൻ തുടങ്ങും. സോ ബ്ലഡ് വെസൽസിന്റെ ഭിത്തിയിൽ മുരിങ്ങാക്കോല് പോലെ മുഴകൾ എന്നറിയുന്നത് LDL കൊഴുപ്പടിഞ്ഞ ബാഡ് കൊളസ്ട്രോൾ, ദുർമേധസ്, ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും രക്തോട്ടം കുറയുന്നു. നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇതല്ലേ നാളെ നമ്മുടെ കാല് പോകാനും കണ്ണ് പോകാനും കിഡ്നി പോകാനുള്ള കാരണങ്ങൾ. നാളെ ഇതെല്ലാം പോകുമെന്നുള്ള ടെൻഷനാണ് ഏറ്റവും കൂടുതൽ ഡിസ്ട്രസിൻ്റെ കാരണം. സോ ഒരാളുടെയും കാലും കണ്ണും കിഡ്നിയും പോവില്ല. കൃത്യമായിട്ട് അന്നന്ന് കഴിച്ച ഭക്ഷണത്തിൽ ചെന്ന ഗ്ലൂക്കോസും കൊഴുപ്പ് എനർജി ആക്കുകയാണെങ്കിൽ എന്ത് പേടിക്കാനാണ് നിങ്ങൾക്ക്? അതിന് വ്യായാമമല്ല ചെയ്യേണ്ടത്. അല്ലാതെ ഗുളിക കൊണ്ട് ഇൻസുലിൻ കൊണ്ട് ബ്ലഡ് ഷുഗർ കുറച്ച് നിർത്തിയാൽ മതി. നിങ്ങൾ ഇൻസുലിൻ കൊണ്ടും ഗുളിക കൊണ്ടും ബ്ലഡ് ഷുഗർ കുറച്ച് നിർത്തും. 10-15 കൊല്ലം ചിലപ്പോൾ സാധിക്കും. അത് കഴിയുമ്പോഴേക്കും കാല് പോയി, കണ്ണ് പോയി, കിഡ്നി പോയി. കാര്യം എന്താ? ഓരോ ദിവസവും രക്തക്കൊഴൽ കേടായിക്കൊണ്ടേയിരിക്കുകയാണ് നിങ്ങളുടെ. അത് തടയാൻ നിങ്ങൾക്ക് മാത്രമേ പറ്റൂ. സോ തിരിച്ചറിയുക. അറിവില്ലായ്മ കൊണ്ട് എന്താണ് പ്രമേഹം, എങ്ങനെയാണ് ഇതിനെ കൈകാര്യം ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് കോംപ്ലിക്കേഷൻസ് വരുന്നത്, ഇതൊന്നും തിരിച്ചറിയാതെ, പഠിക്കാതെ, മനസ്സിലാക്കാതെ എന്തെല്ലാമോ ചെയ്തു കൂട്ടുന്ന ഒരു വലിയൊരു ലോകം പ്രമേഹ രോഗികളുടെ ലോകം. തിരിച്ചറിയുക. നിങ്ങളുടെ കയ്യിലാണ് നിങ്ങളുടെ ലൈഫ് ഇരിക്കുന്നത്. ഇത്ര ശ്രദ്ധിച്ച്. ഞങ്ങളുടെ കൂട്ടായ്മയുടെ പ്രത്യേകത അതാണ്. ഞങ്ങൾ എന്നും രാവിലെ ഞങ്ങൾ ഒരുമിച്ച് എക്സസൈസ് ചെയ്യും. എല്ലാ ദിവസവും എന്തൊക്കെ ഡൗട്ട്സ് ചോദിക്കണമെന്ന് ചോദിക്കും. ഞങ്ങൾ 100-500 പേര് എല്ലാ ദിവസവും എന്തായാലും ഒരുമിച്ചുണ്ടാവും. എന്നോട് ഡൗട്ട്സ് ചോദിക്കും, അത് പറഞ്ഞു കൊടുക്കുന്നു. എനിക്കറിയാവുന്ന പോലെ എല്ലാം പറഞ്ഞു കൊടുക്കാറുണ്ട് ഞാൻ. അത് കഴിഞ്ഞ് കുറേ സമയം ചിരി, കളി, വർത്താനം, പാട്ട് എല്ലാവരും ആസ്വദിച്ച്, പ്രത്യേകിച്ച് റിട്ടയർമെൻറ്റ് ലൈഫ് ആസ്വദിക്കുന്ന എല്ലാവരും തന്നെ സീനിയർ സിറ്റിസൺസ്, ദേ ആർ എൻജോയിങ് ലൈഫ്. എല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് ചിരിച്ചടിച്ച് ജീവിക്കുന്നു. എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ഞാൻ കുറച്ച് ഒരു 1 hour സെഷൻ എന്തെങ്കിലും ഒരു പ്രശ്നത്തെ കുറിച്ചോ, ഷുഗറിനെ കുറിച്ചോ, കൊളസ്ട്രോളിനെ കുറിച്ചോ, ഫുഡിനെ കുറിച്ചോ, എക്സസൈസിനെ കുറിച്ചോ, സെക്സ് പ്രോബ്ലംസ്, അങ്ങനെ ഓരോ ദിവസം ഓരോരോ ടോപ്പിക്കും ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കും. എന്നോട് സംശയങ്ങൾ ചോദിക്കും, ഞാൻ പറഞ്ഞു കൊടുക്കും. എപ്പോഴും ചിരി, കളി, തമാശ. ഇടക്ക് വഴക്കും കേൾക്കും ചിലർക്ക് എൻ്റെ അടുത്തുനിന്ന്. കാരണം അസുഖം ചുമ്മാ മാറിപ്പോകേണ്ട ആളുകൾ ഇത്തിരി ശ്രദ്ധിച്ച് നല്ലോണം ഒന്ന് കുറഞ്ഞു വരുമ്പോഴേക്കും ശുദ്ധ തോന്നിയാസം കാണിക്കും. എന്നിട്ട് ഷുഗർ അടിച്ച് 300-400 കയറ്റി അടിച്ച്, അത് ചെയ്തിട്ട് ഷുഗർ കൂടി, ഇത് ചെയ്തിട്ട് ഷുഗർ കൂടി. അവനവൻ കാണിക്കുന്ന തെറ്റുകൾ തിരിച്ചറിയുക, കറക്റ്റ് ചെയ്യുക. അതൊക്കെ 2 വഴക്കും കിട്ടും. അത് കഴിഞ്ഞ് കറക്ഷനും, തല്ലലും തലോടലും ഒരുമിച്ച് കുറച്ച് ദിവസം ഇങ്ങനെ ഞങ്ങൾ കണ്ടിന്യൂസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. വിത്തിൻ ഫ്യൂ ഡേയ്സ്, ഫ്യൂ വീക്സ് എൻ്റെ പ്രമേഹങ്ങളുടെ രോഗികളുടെ ആരുടെയും മുഖത്ത് ഞാൻ ടെൻഷൻ കാണാറില്ല, വറീസ് കാണാറില്ല. എനിക്ക് ചിരിക്കുന്ന മുഖങ്ങളുള്ള പ്രമേഹ രോഗികൾ എൻ്റെ കൂടെ ഉള്ളൂ. ദേ ആർ എൻജോയിങ് ദെയർ ലൈഫ്. പ്രമേഹം വന്നത് നന്നായി എന്ന് വിചാരിക്കുന്ന ആൾക്കാർ എൻ്റെ കൂട്ടത്തിലുണ്ട്. കാരണം ഇന്നുവരെ ചിട്ടയായി ജീവിക്കാത്ത ഇവർ പലരും ചിട്ടയായ ഭക്ഷണശീലം ശീലിച്ചു. ക്വാളിറ്റി അല്ല, പ്ലാൻഡ് ആയിട്ടുള്ള വ്യായാമങ്ങൾ ചെയ്യുന്നു. എല്ലാ ഭക്ഷണങ്ങളും ആസ്വദിക്കുന്നു. മധുരങ്ങളൊക്കെ ആസ്വദിച്ച് കഴിക്കുന്നു ഭക്ഷണത്തിൽ. എന്താണ് മധുരം, എന്തിനാണ് മധുരം, ഏതാണ് ഇതിൽ പ്രശ്നക്കാരൻ, ഏതാണ് പ്രശ്നക്കാരനല്ലാത്തത്, ഇതെല്ലാം തിരിച്ചറിഞ്ഞ് കഴിക്കാൻ തുടങ്ങുള്ളൂ. ഫുഡിൽ ഫ്രീഡം, ലൈഫിൽ ഫ്രീഡം, എല്ലാം കൊണ്ടും. ആൻഡ് ചികിത്സാ ചെലവ് 10-1 കുറയുന്നുണ്ട് എല്ലാവരുടെയും തന്നെ. മരുന്നിൻ്റെ ഡോസ് നിങ്ങൾ ആലോചിച്ച് നോക്ക്. വ്യായാമം ചെയ്ത എല്ലാ മസിൽസിലും സ്ഥലം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ബ്ലഡ് ഷുഗർ എടുത്തെടുത്ത് പോകുന്നതനുസരിച്ച് ബ്ലഡ് ഷുഗർ കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി മരുന്നെല്ലാം കുറഞ്ഞു വരും. വിത്തിൻ ഫ്യൂ വീക്സ് പ്രഷറിൻ്റെയും ഷുഗറിൻ്റെയും കൊളസ്ട്രോളിൻ്റെ മരുന്ന് എല്ലാം കുറച്ചുകൊണ്ടെന്ന് മിനിമം ഡോസിലേക്കോ ഇല്ലെങ്കിൽ ഒരു മരുന്നില്ലാത്ത അവസ്ഥയിലേക്ക് എത്താൻ ഒരു ബുദ്ധിമുട്ടുമില്ല. നിങ്ങൾ വെറുതെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലാത്ത ടെൻഷൻസും അടിച്ചുണ്ടാക്കിയെടുക്കുന്നത്.
പഠിക്കുക, ലേൺ തിങ്സ്, കാര്യങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക, അത് ലൈഫിൽ പ്രാവർത്തികമാക്കുക. ഓക്കെ, അതാണ് ചികിത്സ. റൈറ്റ്.